സാറിങ്ങനെ പേടിക്കാൻ സാറേ, സാറൊരു പോലീസല്ലേ? പോലീസ് എന്താ മനുഷ്യനല്ലയോ? ഇയാൾ പുറകെ കൂടെ പാത്ത് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആള് പേടിച്ച് പോത്തില്ല അല്ല? ഇയാളേതാ? സാറേ ഞാൻ അപ്പുറത്തുള്ളയാ. സാറിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നുകൊണ്ട് വന്നയാ. സാറേ ഇവിടെ സ്ഥിരം പരിപാടിയാ, പക്ഷെ രാത്രി ആദ്യമായിട്ടാ. സാറെന്താ സാറേ ഒറ്റയ്ക്ക്? ഒന്നും പറയണ്ടോ, ആ സി ഐക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നെ. ഏതെങ്കിലും വള്ളിക്കേസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉച്ചയ്ക്കാൻ വെച്ചിരും. തനിക്കറിയാവോ എത്ര ജോലി കിട്ടിയതാണ് എനിക്കെന്ന്? LDC, ടീച്ചർ, ബിവറേജ് വരെ എനിക്ക് ജോലി കിട്ടിയത്. വീട്ടുകാർ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ നശിച്ച ജോലിക്ക് കയറിയത്. അന്ന് മുതൽ എനിക്ക് കഷ്ടാലോവാ. പോലീസിൻ്റെ പണി ഇത്ര മോശം പണിയൊന്നുമില്ല. പോലീസിൻ്റെ നാട്ടിൽ പവറല്ലയോ, അത് ഏറ്റവും വലിയ കാര്യമല്ലയോ? പവർ തേങ്ങാക്കൊല. മറ്റുള്ളവർ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഒന്നീ കടത്തിണ്ണയ്ക്കോ അല്ലെ ഉത്സവപ്പറമ്പിൽ അടി ഉണ്ടാക്കുന്നിടത്തോ അല്ലെങ്കിൽ വേണ്ട ഇതുമാതിരി ശബത്തിന് കാവലോ. ഒരു വല്ലാത്ത ജീവിതമാണ്. 100 വട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ ഈ നശിച്ച പണി വേണ്ടെന്ന് വെക്കുക. അങ്ങനെ പറയല്ലേ സാറേ. സാറേ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി എത്ര ലക്ഷം പേരാ കിടന്ന് കറങ്ങുന്നേ. എന്നിട്ട് കിട്ടിയ ജോലി സാറ് കളയാൻ വേണ്ടിയിരിക്കുന്നു. സാറിനറിയാവോ, എനിക്ക് 38 വയസ്സായി. ഞാനും എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരനും കൂടി ഒരു PSC ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ഞങ്ങൾക്കറിയാം സാറേ, അത് കിട്ടത്തില്ല. ഏജ് ഓവർ ആയതുകൊണ്ട് ഇനി ഒരു പരീക്ഷ എഴുതാനും പറ്റത്തില്ല. മൊത്തം പ്രതീക്ഷയും പോയി. താൻ പറഞ്ഞത് നേരാ. ഒരു സർക്കാർ ജോലി എന്നൊക്കെ വെച്ചാൽ അതിൻ്റെ അഭിമാനം ഒന്ന് വേറെയാ. ആ വിഷമിക്കണ്ടോ എല്ലായിട്ടിട്ട് നല്ല സാറേ. സാറേ ഒരു കട്ടൻ എടുക്കട്ടെ? കട്ടൻ ചായ വേണ്ടേ ഈ സമയത്ത്? സാറേ അത് ഞാനല്ല. ഇങ്ങനെ കിടത്തിയാൽ മതിയോ? കൊണ്ടുപോകുന്നില്ലയോ? ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. അതെ, ഒരു ബോഡിയും കൊണ്ട് പോയേക്കുവാ. വണ്ടി വന്നു. എത്ര നേരമാടാ നിന്നെ വിളിച്ചിട്ട്? ഓട്ടത്തിലായിരുന്നു. ഒരു വണ്ടിയല്ലേ ഉള്ളൂ സാറേ, ഒരു ബോഡി കൊണ്ടുപോണ്ടായിരുന്നു. ബോഡിയായിട്ട് പോയി. ഇതാരാ സാറേ? നിനക്ക് വേണമെങ്കിൽ നോക്കിക്കോ. ഒരു പരിചയമില്ല. സാറ് പേടിച്ചു പോയി. സാറേ ഇത് ഞാനെങ്ങുമല്ല. സാറേ എടുക്കട്ടെ? നീ വണ്ടി സാറേ കയറി സാറേ. സാറേ അപ്പോൾ ശരി. സാറ് നല്ല ഒറ്റയ്ക്കില്ല. സാർ കൊണ്ടു ഞാൻ വരാം. സാറ് കയറിക്കോ. നീ വന്നാ എന്തായാലും കാര്യമായി. ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ പേടിച്ച് ചത്തേ. എനിക്കറിയാടാ, ഇനിയുമാരെന്നാ എൻ്റെ ബോഡി കണ്ടുപിടിക്കുന്നത് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. വന്നേക്കണേ. തീർച്ചയായും. തൊടിയൂർ പാലത്തിന്റെ അടിയിൽ ഏകദേശം 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്.